ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യഥാർത്ഥത്തിൽ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വന്നാൽ അത് ദൈനംദിന ജീവിതത്തെ നല്ലവണ്ണം ബാധിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ വിള്ളൽ വരുന്നതിനേക്കാൾ മാരകമാണ് അമ്മായി ഉമ്മയും മരുമകളും തമ്മിൽ വരുന്ന വിള്ളലുകൾ. പിശാച് കൃത്യമായി ആ കാര്യത്തിൽ ഇടപെടുകയും പരസ്പരം ബന്ധം മുറിക്കുന്നതിന് വേണ്ടിയുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ശാരീരിക ഭാഷയുമൊക്കെ മനുഷ്യനിൽ അത് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് കൃത്യമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് സമുദ്രങ്ങൾ, ശുദ്ധജലവും ഉപ്പുജലവുമുള്ള രണ്ട് ജലാശയങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു കൂടിച്ചേരലാണ് ഈ കാര്യത്തിൽ സംഭവിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, വജഅൽന ബഅലകും ലിബഅലിൻ ഫിത്നതൻ അത്തസ്ബിറു. നാം നിങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റുള്ളവർക്ക് പരീക്ഷണമാക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നുവോ എന്നറിയാൻ. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ തൻ്റെ സൃഷ്ടികളോട് അള്ളാഹു സംസാരിക്കുക. ജീവൻ എപ്രകാരം സൃഷ്ടിക്കപ്പെട്ടു എന്നും ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിൻ്റെയും തത്വങ്ങൾ അവൻ നമുക്ക് വിവരിച്ചു തരുന്നു. പ്രസ്തുത ആയത്തിൽ കഠിനമായ ഒരു സത്യത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ശേഷം അള്ളാഹു നമ്മോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു. പലതരത്തിലുള്ള ആളുകൾ നമുക്ക് മുന്നിൽ അവതരിക്കപ്പെടും. അവരിൽ ചിലർ നമുക്കുള്ള പരീക്ഷണങ്ങളായിരിക്കും. എങ്കിലും അത്തരം അവസ്ഥകളിൽ നമ്മുടെ പ്രതികരണം ക്ഷമ നിറഞ്ഞതാകണമെന്ന് ഖുർആൻ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. നിശ്ചയമായും ഇത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതാകുന്നു നമുക്ക് ഉത്തമമായിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നത് എങ്ങനെയെന്ന് നമ്മൾ ആശ്ചര്യപ്പെടുന്നുണ്ടാവാം. വ്യത്യസ്ത കാഴ്ചപ്പാടുകളും പശ്ചാത്തലങ്ങളും ഉള്ളവരുമായി എങ്ങനെ കാര്യത്തിൽ ഒരു രമ്യതയിൽ മുന്നോട്ട് പോകും എന്ന ഒരു ചിന്ത പലരും ചിന്തിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു കുടുംബ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് അമ്മായി ഉമ്മ മരുമകൾ ബന്ധം. ഒരമ്മായി ഉമ്മ എന്ന നിലയിൽ അള്ളാഹുവിന് തൃപ്തികരമാം വിധം തൻ്റെ വമ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് പ്രചോദനമേകുന്ന ഒരു സംസാരമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. തൻ്റെ മരുമകളെ സംബന്ധിച്ച് പിരിമുറുക്കവും ആവലാതികളും നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? എങ്കിലും നിരാശപ്പെടേണ്ടതില്ല. കാരണം ഇത്തരം അവസ്ഥകൾ തീർച്ചയായും അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലേക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മതി എന്ന് നമ്മൾ ആലോചിക്കണം. ഈ സംസാരത്തിലൂടെ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിനെ മുൻനിർത്തിയാണ് പരിഹാരത്തെ നിർദ്ദേശിക്കുന്നത്. ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഇന്നത്തെ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു അമ്മായിയുമ്മയുടെ സ്ഥാനം എന്തെന്ന് ശരിയായി മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു മാർഗദർശിയായി ഈ സംസാരം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബന്ധങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലും അമ്മായിയുമ്മ മരുമകൾക്കിടയിൽ ഫലപ്രദമായ ആശയവിനിമയം എങ്ങനെ സാധ്യമാകുമെന്നതിലും ഈ ഒരു സംസാരം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ചിന്തിക്കുന്നു. അമ്മായി ഉമ്മമാർക്ക് തൻ്റെ മരുമകളുമായുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. അതോടൊപ്പം മറ്റുള്ളവർ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാനും അതുവഴി സാധിക്കേണ്ടതുണ്ട്. ഒരു മാർഗദർശിയായ ഒരു സംസാരം കേൾക്കുമ്പോൾ അവസരത്തിനൊത്ത് അത് ഉയരാൻ നമുക്ക് സാധിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പ്രയത്നിക്കുകയും വേണമെന്ന് ഉണർത്തുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഹുവല്ലദി മറജൽ ബഹ്റൈനി ഹാദാ അദ്ബുൻ ഫുറാത്തും വഹാദാ മിൽഹുൻ ഉജാജുൻ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു അവൻ. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളം. അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. 25-ാം അധ്യായത്തിലെ 53-ാമത്തെ ആയത്താണത്. ഇവിടെ ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്,
മനോഹരമായി ഈ വചനത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ബന്ധങ്ങളുടെ നിലനിൽപ്പിൻ്റെ സവിശേഷമായ ഒരു വീക്ഷണം നമുക്ക് ബോധ്യപ്പെടും. 2, ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപമ നമുക്കതിൽ കാണാൻ പറ്റും. 2 സമുദ്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഇടകലരാതെ കൂടിച്ചേരാതെ, ഒന്നിന് മറ്റൊന്നിൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടാതെ, മറ്റൊന്നിന് ഇതിൻ്റെ സ്വഭാവവും രൂപീകരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. 2 സമുദ്രങ്ങൾ കൊണ്ടുദ്ദേശം ശുദ്ധജലാശയവും ഉപ്പുജലാശയവുമാകുന്നു. രണ്ടും ഒന്നൊന്നോട് തൊട്ടും അടുത്തതും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടു കൂടി തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവയ്ക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2 വ്യത്യസ്ത സമുദ്രങ്ങൾ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ അവയ്ക്കിടയിൽ ഒരു തടസ്സമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തടസ്സം 2 സമുദ്രങ്ങളെയും വേർതിരിക്കുന്നതിനാൽ ഓരോ സമുദ്രത്തിൻ്റെയും അതിൻ്റേതായ താപനില, ലവണാംശം, സാന്ദ്രത എന്നിവയുണ്ട്. ഈ സമുദ്രങ്ങളിൽ വലിയ തിരമാലകളും ശക്തമായ ഒഴുക്കും വേലിയേറ്റങ്ങളും ഉണ്ടെങ്കിലും അവ ഈ തടസ്സത്തെ മറികടക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. 2 വ്യക്തികളും ആ രൂപത്തിലായിരിക്കണം. യഥാസ്ഥാനത്ത് ഈ തടസ്സം അള്ളാഹു സ്ഥാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശുദ്ധജലം വേണ്ടത്ര ലഭിക്കുമായിരുന്നില്ല. ഉപ്പുവെള്ളമാകട്ടെ, അതും നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഉപ്പുവെള്ളം ഒരു സംരക്ഷണ പദാർത്ഥമാണ്. ഭൂമി ചീഞ്ഞഴുകി നാറുന്നതിൽ നിന്ന് അത് സംരക്ഷണമേകുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാം ശുദ്ധജലമാക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ആവശ്യമായത് എന്താണെന്നതിനെക്കുറിച്ച് നമ്മെക്കാൾ പൂർണ്ണബോധ്യമുള്ളവൻ അള്ളാഹുവാണ്. ഈ മഹത്തായ വചനം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന തത്വം വിളിച്ചോതുന്നുണ്ട്. പ്രപഞ്ചം നിലകൊള്ളുന്നത് വ്യത്യസ്തതയുടെ പൂരിതങ്ങളെ ഒന്നിപ്പിച്ചാണ്. ഉദാഹരണത്തിന് രാവും പകലും, വേനലും ശൈത്യവും എല്ലാം നിലകൊള്ളുന്നത് അങ്ങനെ തന്നെ. ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അമ്മായിയുമ്മയും മരുമകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതും അള്ളാഹുവാണ്. കുടുംബത്തിൻ്റെ നന്മ കാക്കുന്നത് വഴി ദുനിയാവിലും പരലോകത്തും അത്യനേകം നന്മ കൊയ്തെടുക്കുവാൻ വേണ്ടി. അതിനാൽ ഈ ബന്ധങ്ങളിൽ ഉടലെടുക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ക്ഷമാപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത്തരം വ്യത്യാസങ്ങളെ മറികടക്കുവാൻ സാധിക്കുമ്പോൾ നമുക്ക് മനസ്സുകൾക്കും ശക്തി പ്രാപിക്കുന്നു. ബന്ധങ്ങളുടെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കേണ്ടത് അതിൻ്റെ സുഗമമായ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. 2 സമുദ്രങ്ങളും അതിൻ്റെ പരിധികൾ ലംഘിക്കാത്തതുപോലെ അപ്പോൾ അവയിൽ നിന്നും മുത്തും പഴങ്ങളും കൊയ്തെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെയും രക്തബന്ധങ്ങളുടെയും വൈവാഹിക ബന്ധങ്ങളുടെയും കാര്യം. തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കുകയാണെങ്കിൽ അതിർവരമ്പുകൾ ലംഘിക്കാതെ തികഞ്ഞ ഐക്യത്തിലും സമാധാനത്തിലും ഒരു കുടുംബമായി ജീവിക്കുവാൻ അവർക്ക് കഴിയും. അങ്ങനെ 2 സമുദ്രങ്ങളും കണ്ടുമുട്ടുമ്പോൾ അതിരുകൾ ലംഘിക്കാത്തതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന നിധികളും അതിന് താഴെയുള്ള മനോഹരമായ മുത്തുകളും പവിഴങ്ങളും കണ്ടെത്തുന്നതിന് ഇത് കാരണമാകുന്നു. ബന്ധങ്ങളിലെ അമൂല്യ നിധികളും രത്നങ്ങളും കണ്ടെത്തുന്നതിന് നമ്മുടെ അതിരുകൾ മനോഹരമായി നിലനിർത്തേണ്ടതുണ്ട്. 2 സമുദ്രങ്ങളും പ്രയോജനപ്പെടുന്നത് പോലെ 2 ബന്ധങ്ങളും രക്തവും വൈവാഹികവുമായ ബന്ധങ്ങളും നമുക്ക് ഉപകാരപ്പെടണം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. 2 ജലാശയങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയിൽ അവ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കത്തക്കവണ്ണം ഒരു തടസ്സമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവ 2ൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു. നല്ല വായനയ്ക്ക് അനുയോജ്യമായ നല്ല ചിന്തയ്ക്ക് അനുയോജ്യമായ ഒരു സംസാരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മായിയുമ്മയെ ഖുർആനിലെ പ്രസക്ത ഭാഗങ്ങളിലേക്കും സ്വഹീഹായ ഹദീസുകളിലേക്കും കൊണ്ടുപോകും. അനന്തരം അത് അമ്മായിയുമ്മ മരുമകൾ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കുവാനും സാധ്യമാക്കുകയും സ്വരുമയോടുകൂടി ഒരുമിച്ച് കഴിയുവാനും അന്യോന്യം തൻ്റെ അവകാശങ്ങൾ ആദരിക്കുവാനും
അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുവാനും സാധ്യമാകും. ഈ ഒരു ചിന്ത രണ്ട് വ്യക്തികളുടെയും ദീനിൻ്റെയും ഈമാനിൻ്റെയും രുചി അറിയിച്ചുകൊണ്ട് നല്ല മനസ്സോടെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വഴി തെളിയിക്കും. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ട മാറ്റങ്ങൾ വരുത്താനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.